ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ ബാലചന്ദ്രൻ്റെയും അവരുടെ, അതായത് അലീനയുടെ തന്നെ കുടുംബവും കാര്യങ്ങളും അനുജനും അനുജത്തിയും അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും അലീന വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ എല്ലാം ചെയ്ത് ഒരു നേർവഴി എത്തിക്കാൻ പറ്റുകയാണ്. പക്ഷേ വൈജ ഒഴികെ. അങ്ങനെ ആദ്യം കാണിക്കുന്ന സീൻ നമ്മുടെ കമലയെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കമലയ്ക്കാണെങ്കിൽ ഉറക്കവും ഇല്ല, ആകെ ഒരു ടെൻഷനാണ്. ഒന്നാമത് രോഹിത് പുറത്തിറങ്ങിയതോടുകൂടി കമലയ്ക്ക് അങ്ങോട്ട് ആദി കൂടിയിരിക്കണം. അങ്ങനെ ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശിവേട്ടാ നിങ്ങളിങ്ങനെ കുന്തം വിഴുങ്ങി എനിക്ക് ഇരിക്കല്ലേ, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മനുവിനോട് പറഞ്ഞ് ആ അലീനയുടെ അടുത്ത് പറഞ്ഞ് നമ്മുടെ മോനെ കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ നോക്ക്. നിങ്ങൾ പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ. ഞാൻ പറഞ്ഞ അവൻ എന്നെ ചാടിക്കടിക്കാൻ വേണ്ടി നിൽക്കും. അപ്പം ശിവൻ പറയുന്നുണ്ട്, ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, എത്ര നാളായി എൻ്റെ കൊച്ച് നേരെ ചൊവ്വേ വല്ലതും കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി കാണും എൻ്റെ കൊച്ച് എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ ഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കുകയാണ്. സ്വന്തം മോൻ ചെയ്ത തെറ്റിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. മോനെ ഇങ്ങനെ ഇറക്കുമതി ചെയ്യാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. കണ്ട പാവപ്പെട്ട കൊച്ചുങ്ങളെ കൊണ്ടുപോയി ഇത് എത്ര എണ്ണ ഇതിനു മുന്നേ ചെയ്തിരിക്കണു. ഈ ഒരു കുട്ടി മാത്രമാണ് അതിൻ്റെ ഇത് പുറത്തറിയപ്പെട്ട് ഇങ്ങനെ എല്ലാവരും അറിഞ്ഞത്. അങ്ങനത്തെ കൊടും ക്രൂരനായിട്ടുള്ള ഒരുത്തൻ. ആ മോനെക്കുറിച്ചാണ് സ്വന്തം അമ്മയല്ലേ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ കുട്ടി സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഒറ്റപ്പെട്ട് ആ ശരണ്യ അതിൻ്റെ ജീവിതം തന്നെ മാറി മറിയേണ്ടതല്ലേ. അലീനയുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ടാണ് ശരണ്യ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് അല്ലേ. അപ്പോൾ അത് കമല അതിനെക്കുറിച്ചൊന്നുമല്ല. കമലയ്ക്ക് സ്വന്തം മോൻ്റെ കാര്യം, എൻ്റെ മോനെ ഇങ്ങനെ പുറത്തിറക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഇറക്കുന്നൊക്കെ പറഞ്ഞ് ശിവനെ ഇങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബബിത ഇങ്ങനെ ഫോണിലൊക്കെ ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പം അലീന പതുക്കെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ബബിതയുടെ റൂമിൽ ചെല്ലുകയാണ്. എന്നിട്ട് പറയാം, എന്താ വെറുതെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, മോളെ നിന്നോടൊരു കാര്യം പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ എന്ന് തൊട്ട് മോളുടെ അടുത്ത് പറയണതാ കോളേജിൽ പോകാനായിട്ട്. അത് പിന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യണേന്ന് ബബിത പറയണ. അതാണോ മോളെ, നമ്മൾ നമ്മുടെ ജീവിതം നോക്കണം. നീ ഇപ്പോൾ ഒരു വർഷം പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ അടുത്ത ക്ലാസ്സിലോട്ട് പോകും. നമ്മുടെ ഒരു വർഷമാണ് പോണത്, അതാരും നമുക്ക് തരില്ല. നമ്മുടെ സമയം നമുക്കൊരിക്കലും പോയത് തിരിച്ചെടുക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് മോൾ ഒരിക്കലും നിൻ്റെ വർഷം നീ കളയരുത്. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അത് പിന്നെ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ബലാത്സംഗക്കാരൻ്റെ പെങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ എല്ലാവരും ടോർച്ചർ ചെയ്യും. പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് അലീനയോട് ബബിത പറയാണ്. മോളെ നീ അങ്ങനെ ചിന്തിക്കരുത്. ആരാണ് ഒരിക്കലും ഒരാളും നിൻ്റെ കൂടെ നേരിട്ട് വന്ന് അങ്ങനെ പറയുമോ? ഒളിച്ചും പാത്തുമൊക്കെ പറയും. കുറച്ച് ദിവസത്തെ ഇപ്പം നമ്മുടെ കൃഷ്ണമോള് സ്കൂളിൽ പോയത് കണ്ടില്ലേ, അത് കുറച്ച് ദിവസമൊക്കെ നമ്മൾ അതിൻ്റേതായ ഒരു വാട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി തന്നെ വരും. പക്ഷെ അതുവഴി നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മോളെ നിൻ്റെ ഭാവിയാണ്. ഒരിക്കലും നീ അത് നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതം ഇപ്പം നമ്മൾ രോഹിത് ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് കരുതി നിനക്ക് പഠിക്കണ്ടേ? നിൻ്റെ ഭാവി പഠിച്ചൊരു ജോലി വേണ്ടേ മോളെ? ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾ പഠിച്ച് നമുക്കൊരു ജോലി, സ്വന്തം കാലിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം അതൊക്കെ നമുക്ക് വേണ്ടേ? അപ്പോൾ അതിന് പഠിക്കണ്ടേ മോളെ? വെറുതെ എന്തിനാണ് ഒരു വർഷം കളയുന്നത്? അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ബബിതയുടെ മനസ്സിൽ അങ്ങാണ്ട് വല്ലാണ്ട് അലീന അതിനെക്കുറിച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അലീന പറയുന്നതിലും കാര്യമുണ്ട്. അപ്പം അലീന പറഞ്ഞു, അച്ഛനാണെങ്കിലും എത്ര നാളായിട്ട് മോളെടുത്ത് പറയുന്ന, മോളെ നിൻ്റെ ക്ലാസ് നീ ഉഴപ്പി കളയല്ലേ, കാരണം ഒരു കൊല്ലം കളയണ്ടേടി മോളെ. പക്ഷേ നീ കർശനമായിട്ട് നീ നിൽക്കും, ഞാൻ പോവില്ല, ഞാൻ മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്ന എങ്ങനെ, എൻ്റെ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യുന്ന എങ്ങനെ, മിസ്സുമാരെയൊക്കെ ഫേസ് ചെയ്യണേ എങ്ങനെയാണ് എന്നൊക്കെയുള്ള പല 100 ചോദ്യങ്ങളായിരുന്നു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾക്കെല്ലാം കൂടെ മറുപടി പോലെയാണ് അലീന ബബിതയോട് സംസാരിക്കുന്നത്. ഓരോ വാക്കിലും, അലീനയുടെ വാക്കിലും ബബിതയ്ക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. ബബിത അതിലോട്ട് അങ്ങ് ഇൻവോൾവായി പോവേണ്ട അലീന പറയുന്ന കാര്യങ്ങളിൽ. ഇപ്പം തന്നെ മോളെ നീ നോക്ക്, ശരണ്യയുടെ ജീവിതം, ആ കുട്ടി ആ ഒരു അത്രയും ക്രൂരമായ ഒരിത്
നേരിട്ടിട്ടും അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നില്ലേ? ആ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ തല പൊക്കി നടക്കുന്നില്ലേ? നമുക്കത് നമ്മൾ നേരിടണം. നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാണ്ട് നമ്മൾ വീട്ടിനകത്ത് തന്നെ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് വീട്ടിനകത്തിരുന്ന് നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് പോകും. അങ്ങനെയൊക്കെ അലീന ബബിതയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അലീന പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്, പിന്നെ മോളുടെ ഇഷ്ടമാണ്, കാരണം ഒരു വർഷം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ ബബിതയുടെ റൂമിൽ നിന്ന് പോകുമ്പോഴേക്കും ബബിത പെട്ടെന്ന്, അതെ ഞാൻ എന്നാൽ നാളെ മുതൽ കോളേജിൽ പോകാമെന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, എന്താ പറഞ്ഞേ ബബിത മോളെ, എന്താ പറഞ്ഞേ? അപ്പോൾ പറയും, ഞാൻ നാളെ മുതൽ കോളേജിൽ പോകാം. അപ്പോഴേക്കും അലീനയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാവാണ്. കാരണം ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമില്ല ബബിത ഇങ്ങനെ സമ്മതിക്കും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നീ ഇപ്പോഴെങ്കിലും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതറിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്ത് സന്തോഷമാവും. അപ്പോൾ എന്തിനാ നാളത്തേക്ക് ആക്കണേ? നമുക്ക് ഇന്ന് തന്നെ നീയെ പോവുക. ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൂടെ വരാം. അപ്പം ബബിത പറഞ്ഞു, സാരയില്ല, ഞാൻ പൊക്കോളാം, വേണ്ട ഞാനും കൂടെ വരാൻ മോളെ. കാരണം നീ ആദ്യത്തെ ദിവസം ഇനി നിനക്ക് ഞാൻ വരുന്നത് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ബബിത ചിന്തിക്കുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, അലീനയും കൂടെ വരട്ടെ എന്നൊക്കെ മനസ്സിൽ തോന്നണം. ഇല്ല, വന്നോളൂ എന്നിങ്ങനെ ബബിത അലീനയോട് പറയണേ. ശരി ആയിക്കോട്ടെ, എന്നാൽ വേഗം റെഡി ആവാട്ടോ, ഞാൻ പണിയൊക്കെ ഒന്ന് ഒതുക്കി അച്ഛനോട് പോയി പറയട്ടെ എന്നും പറഞ്ഞ് അലീന ഭയങ്കര സന്തോഷത്തിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലണം കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയണേ, അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടി മോളെ, പറഞ്ഞു എന്ന് പറയും. അതെ, നമ്മുടെ ബബിത കോളേജിൽ പോവാ. എന്ത്? ഞാൻ ഇന്നലെ വരെ പറഞ്ഞിട്ടും അവള് കൂട്ടാക്കാണ്ട് നിന്ന ബബിത ഇപ്പോൾ കോളേജിൽ പോകാൻ തയ്യാറായോ? നീ എന്ത് മാജിക്കാടി അവളെ കൂടെ ഉപയോഗിച്ചേ? നീ ഈ രോഹിത്തിൻ്റെ അടുത്തും ബബിതയുടെ അടുത്തൊക്കെ എന്ത് മാജിക്കാണ് ഉപയോഗിക്കണേ? മാജിക്കോ? ഞാൻ അങ്ങനെ മാജിക് ഉപയോഗിച്ചിട്ടാണോ ഈ പറയണ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് മിണ്ടിയും സംസാരിച്ചും സ്നേഹിച്ചുമൊക്കെ തുടങ്ങിയത്? ആണോ? അതല്ല, ഞാൻ വെറുതെ പറഞ്ഞില്ലേ. എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണടി മോളെ എന്ന് പറഞ്ഞു. ഇതെങ്ങനെ സാധിച്ചു? അത് വേറൊന്നുമില്ല, ഞാൻ ഇന്നിപ്പോൾ അവളുടെ അടുത്ത് റൂമിൽ പോയിട്ട്, മോളെ നീ ഇങ്ങനെ ഈ റൂമിൽ തന്നെ ഇരുന്നാൽ എങ്ങനെയാണ്? നിൻ്റെ ഭാവിയും കാര്യങ്ങളൊക്കെ നീ തന്നെയല്ലേ ചിന്തിച്ചോരോന്ന് ചെയ്യേണ്ടത്? വെറുതെ ഒരു വർഷം കളയണോ മോളെ? നമുക്കൊക്കെ ഒരു പെൺകുട്ടിയൊക്കെ ഒരു ജോലി ഇല്ലാണ്ട് ഇനിയുള്ള കാലത്ത് ജീവിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് വെറുതെ നീ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കാണ് അവൾ പറഞ്ഞത്, ഞാൻ എന്നാൽ പൊക്കോളാന്ന്, ഞാൻ പോവാമെന്ന് പറഞ്ഞ് സമ്മതിച്ചത്. ആ ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അലീന പറഞ്ഞു, എന്തായാലും ആ ഒരു കാര്യത്തിലും തീരുമാനമായല്ലോ, എന്തായാലും അച്ഛൻ ഞാനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അതെന്തിനാടി നീ പോണ മോളെ? അല്ല, അവൾക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞാനും കൂടെ ഒന്ന് പോവാം. അല്ല, ഈ പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ബബിതയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അവൾ പോകാണ്ടാവോ? അതൊന്നും ഉണ്ടാവില്ല, ആരും നേരിട്ടൊന്നും അങ്ങനെ പറയില്ല. അഥവാ നേരിട്ട് മുഖത്ത് നോക്കി അങ്ങനെ ആരെങ്കിലും പറയണമെങ്കിൽ അതിനെന്ത് മറുപടി പറയണമെന്ന് ഈ അലീനയ്ക്കറിയാം എന്ന് പറഞ്ഞ് അലീന ആക്കേണ്ട. നിന്നെ ഞാൻ സമ്മതിച്ചടി മോളെ എന്നൊക്കെ പറഞ്ഞ് അലീനയെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട്, ശരി നീ എന്നാൽ പോയിട്ട് വാ, എല്ലാം റെഡിയാക്കിയിട്ട് പോയിട്ട് വാ മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന പോയി കൃഷ്ണമോളടുത്ത് ഈ കാര്യം പറയണേ. കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ പൊന്നെ, എൻ്റെ ബബിത ചേച്ചി സമ്മതിച്ചല്ലോ, എന്നാലും എൻ്റെ അലീന ചേച്ചിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് കിച്ചണിൽ പോയി പണികൾ തീർക്കണം. ഈ സമയം ബബിതയുടെ റൂമിൽ നമ്മളെ കൃഷ്ണമോൾ പോവേണ്. അതെ, ഇവിടെ കോളേജിൽ പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. എൻ്റെ പൊന്ന് ബബിതേച്ചി, ഈ തീരുമാനം ഇച്ചിരി മുന്നേ അങ്ങ് എടുക്കേണ്ടതായിരുന്നു. അടുത്ത ആഴ്ച എക്സാമൊക്കെ വരണേയില്ലേ, എന്തായാലും ഉഴപ്പി നടക്കാണ്ട് നല്ല രീതിയിൽ പഠിച്ചൊക്കെ ഒന്ന് എല്ലാം ആക്ക്. എന്തായാലും അലീന ചേച്ചി സമ്മതിപ്പിച്ചെടുത്തു അല്ലേ? പക്ഷേ അതൊക്കെ പറഞ്ഞപ്പോൾ ബബിതയ്ക്ക് മുഖത്തെ ഒരു ചമ്മലൊക്കെ ഉണ്ട്, കാരണം സമ്മതിച്ചു കൊടുക്കാൻ. ഈ പറഞ്ഞ കണക്ക് വൈജയുടെ മോളല്ലേ, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കൊന്നുമില്ല. അലീന പറഞ്ഞതുകൊണ്ടൊന്നും അല്ല എന്നിങ്ങനെ ബബിത പറഞ്ഞ. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ, സാരമില്ല. അതെ, അലീന ചേച്ചി നിങ്ങളെ മനസ്സിലാക്കിയൊന്നും ഒന്നുമല്ല. ഈ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാണ് അലീന ചേച്ചി. നമ്മൾ സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെയാണ് അലീന ചേച്ചിയുടെ. അതുകൊണ്ട് അലീന ചേച്ചി പറഞ്ഞു എന്ന് വെച്ചിട്ട് അതനുസരിച്ചു എന്ന് വെച്ചിട്ട് അതിലൊരു കുറവൊന്നും ബബിതേച്ചി വിചാരിക്കേണ്ട. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ആ മുടിയൻ്റെ പുറകെ പോയെന്നും വെറുതെ രോഹിത്തേട്ടന് വന്ന പോലെയുള്ള ഒരു അവസ്ഥയൊന്നും ബബിതേച്ചിക്ക് വരുത്തി വെക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബബിത അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ബബിതയ്ക്ക് മനസ്സിലായി ചില കാര്യങ്ങൾ
കാര്യങ്ങളിൽ ഇപ്പോൾ പ്രായത്തിൽ മൂത്തവരാണെങ്കിലും പ്രായത്തിൽ ഇളയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പറയണേൽ ചിലതൊക്കെ നമുക്ക് ശരിയാകാം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അനുസരിച്ച് ബബിത കാര്യങ്ങളൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ പിന്നെ ശിവശങ്കരനും കമലയും കൂടെ ചെന്നിട്ട് നമ്മുടെ മനുവിനെ ഒന്ന് കാണുന്നുണ്ട്. എൻ്റെ മനുവിൻ്റെ അടുത്ത് പറയും, എടാ എങ്ങനെയെങ്കിലും നമുക്ക് രോഹിത്തിനെ ഇറക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ, ഇപ്പോൾ അതിനിപ്പോൾ എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, അലീന വിചാരിച്ചിട്ടല്ലേ രോഹിത്ത് ഇറങ്ങിയത്, അലീന അവിടെ പോയി പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ രോഹിത്തിനും കൂടെ വേണ്ടിയിട്ട് അവൾ പറയുകയാണെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ മോനെ കൂടെ വിടില്ലേടാ മനു എന്ന് പറഞ്ഞു. അമ്മ എന്തറിഞ്ഞിട്ട് അമ്മ വീണ്ടും വീണ്ടും പറയണ, അമ്മയെ പോലെ ഒരു പെണ്ണ അവളെ ഈ ഒരു ക്രൂരത അനുഭവിച്ച ഒരു പെൺകുട്ടി ജീവിതത്തിലോട്ട് പിടിച്ച് കയറ്റി എന്നത് മാത്രമേ അലീന ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അലീന ശരണ്യേനെ നിർബന്ധിപ്പിച്ച് അല്ല രോഹിത്തിന് പിന്നെ നിരപരാധിയാണെന്ന് കോടതിയിൽ പറയിപ്പിച്ചത്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ വേറെ എന്തെങ്കിലും പണി നോക്ക്, എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അലീനെ. എടാ എനിക്കറിയാം, നിനക്ക് സ്വന്തം ചോരയെക്കാട്ടിലും നിനക്ക് ബാക്കിയുള്ളവരൊക്കെ എടാ വലുത്. നിൻ്റെ സ്വന്തം ചോരയടാ ആ ജയിലിൽ കിടക്കണത്. എൻ്റെ കുട്ടി എത്ര നാളായി ഒരു ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട്. നീ അത് ഓർത്തോ? മോൻ്റെ കയ്യിലിരിപ്പും കൂടെ അങ്ങനെയാണ്. അമ്മ അതും കൂടെ ഓർക്കണം. അവനാണോ അമ്മ നിരപരാധി എന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ക്രൂരതയിലെ ഒന്നാം പ്രതിയാണ് അവൻ. എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്നും പറഞ്ഞ് മനു അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചൂടാവേണ്. എന്നിട്ട് ഞാനൊന്ന് പുറത്തോട്ട് പോവാം. അപ്പോൾ ശിവൻ ചോദിച്ചു, എങ്ങോട്ട് പോവാം? അത് ഞാനൊന്ന് അങ്കിളിൻ്റെ അടുത്ത് പോവാം. പിന്നെ ആൻറ്റി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒന്ന് പോയി അവിടം വരെ കണ്ടില്ലല്ലോ. ഓ, അവൻ ആൻറ്റിയെ കാണാൻ ഇപ്പം എന്താ നിനക്ക് അവിടെ പോകേണ്ട അത്യാവശ്യമെന്ന് കമല ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അമ്മ എനിക്ക് അവിടെ പോകാൻ പാടില്ലേ? നീ ആൻറ്റിയെ കാണാൻ പോകുന്നതാണോ അതോ മറ്റാരെങ്കിലും കാണാൻ പോകണേണോ എന്ന് ചോദിച്ചു കമല. അപ്പോൾ പറയാം, എനിക്ക് ആൻറ്റിയെയും കാണണം പിന്നെ അലീനയും കാണണം. അമ്മ മറ്റാരെങ്കിലും എന്ന് പറയണ്ട, ഞാനാ അവളെ അവിടെ കൊണ്ടുവന്നാക്കണം. അവളെ കാര്യങ്ങളൊക്കെ തിരക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെയും കൂടെയാണ് എന്നിങ്ങനെ മനു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് കമലയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മനുവിന് രോഹിത്തിനോട് വല്ലാത്തൊരു വെറുപ്പും ദേഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ലേ, എന്ന് വെച്ചാൽ ഒരു മനുഷ്യത്വം എന്തെന്ന് പോലും തീണ്ടിയിട്ടില്ലാത്തൊരു അനുജനാണ് തൻ്റെത്. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യാൻ, അനുജനായി പോയില്ലേ, അതുകൊണ്ട് മാത്രം മനു ഇങ്ങനെ ഇതാക്കണേ. അല്ലാണ്ട് മനു ഒരിക്കലും ഹരിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരാളുടെ മുന്നിലും മനു തല കുണിക്കാൻ മനു തയ്യാറാവില്ല. അത് ഉറപ്പായ കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയാണ് നാളെ വരുന്ന ഏകദേശം ഒരു സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ വരുന്നത് പിന്നെ നമ്മുടെ വൈജയന്തിയെ കാണാനായിട്ട് മനു വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ മനുവും അലീനയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ബബിതയെ കോളേജിൽ കൊണ്ട് പോണതും എല്ലാവരെയൊക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ 1-2 പേരൊക്കെ ബബിതയെ വെല്ലുവിളിക്കുകയും അതിൻ്റെ തക്ക മറുപടിയൊക്കെ നമ്മുടെ അലീന കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.